മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് ദേവയാനി. ബോളിവുഡ് ചിത്രമായ ഗോയലിലൂടെ അഭിനയ രംഗത്തെത്തിയ താരം തുടർന്ന് മലയാളം, തമിഴ് എന്നിവയ്ക്ക് പുറമെ ബംഗാളി, ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രം ഏതാണ്ട് 15ലേറെ ചിത്രങ്ങളിൽ ദേവയാനി നായികയായിട്ടുമുണ്ട്. ഒരു കാലത്തെ ഹിറ്റ് സിനിമകളിലെ എല്ലാം നിറസാന്നിധ്യമായിരുന്നു ദേവയാനി എന്ന നായിക. താരം മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഭാഗമായി. കാതിൽ ഒരു കിന്നാരം, മിസ്റ്റർ ക്ലീൻ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, സുന്ദരപുരുഷൻ, ബാലേട്ടൻ, നരൻ എന്നിങ്ങനെ നീളുന്നു ആ നിര. ഇപ്പോൾ തമിഴ് മിനിസ്ക്രിയിലൂടെ നിരവധി വേഷങ്ങൾ താരം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. നടിയുടെ അഭിനയം പോലെ തന്നെ വ്യക്തിജീവിതവും ഒരു കാലത്ത് ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. അതിൽ പ്രധാന കാരണം നടിയുടെ വിവാഹം തന്നെയാണ്. ഡയറക്ടർ രാജ്കുമരൻ ആണ് ദേവയാനിയുടെ ഭർത്താവ്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നത് മാത്രമല്ല, ഒളിച്ചോടിയാണ് വിവാഹം ചെയ്തതെന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോഴിതാ തന്റെ വിവാഹം നടക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദേവയാനി. ബിഹൈൻഡ് വുഡ്സ് TV എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ. സൂര്യവംശം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് രാജ്കുമരൻ സാറിനെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പിന്നീട് നീ വരുവായ് എന എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാന ലോകത്തേക്ക് കടക്കുന്നു. നീ വരുവായ് എന എന്ന ചിത്രത്തിലെ നായികാവേഷം ചെയ്തത് ദേവയാനിയായിരുന്നു. ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് തനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹം തുടങ്ങുന്നതെന്ന് താരം വെളിപ്പെടുത്തുന്നു. കാരണം ആ ചിത്രത്തിലെ പ്രണയത്തെ അത്ര മനോഹരമായായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത്രയും മനോഹരമായി പ്രണയത്തെക്കുറിച്ച് പറയുന്ന ആളുടെ ഉള്ളിൽ എത്രമാത്രം പ്രണയം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിരുന്നതായി താരം പറയുന്നു. പരസ്പരം ഇഷ്ടമാണെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. പക്ഷേ ആരും തുറന്നു പറഞ്ഞില്ല. ഒടുവിൽ ഇഷ്ടം പറഞ്ഞത് അദ്ദേഹമായിരുന്നു. ആദ്യം ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പോലും അറിയാതെ എൻ്റെ തീരുമാനം മാറുകയായിരുന്നു. ഇപ്പോഴും എവിടെ നിന്നാണ് എനിക്ക് ആ ധൈര്യം വന്നതെന്നറിയില്ല. തീരുമാനമെടുക്കണമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും അനുമതിയില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അവരുടെ അനുവാദമില്ലാതെ ആദ്യം ചെയ്ത കാര്യം ഇതാണ്. അവരെ ഒരുപാട് വിഷമിപ്പിക്കും എന്ന തീരുമാനമെന്നത് അറിയാമായിരുന്നു. എന്നാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. വിധിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തിന് തമിഴ്നാട്ടിൽ വരണം? മുംബൈയിലിരുന്നാൽ മതിയല്ലോ. ഇദ്ദേഹത്തെയാണ് വിവാഹം ചെയ്യുക, എങ്ങനെയായിരിക്കും വിവാഹം എന്നെല്ലാം നേരത്തെ എഴുതി വെച്ചതായിരിക്കുമെന്നും ദേവയാനി പറയുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് തമിഴ് സിനിമാ ലോകത്തേക്ക് ചേക്കേറിയ നടി പിന്നീട് സീരിയലുകളുടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. കൈക്കൂട്ടെ റാണിയിലൂടെ ഇപ്പോൾ സംവിധാനത്തിലേക്കും ചുവടുവെച്ചിരിക്കുകയാണ്. ആദ്യ ചിത്രം തന്നെ ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കുട്ടികളുടെ മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. സൗത്ത് ഇന്ത്യയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ദേവയാനി. ബംഗാളി സിനിമകളിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും കിന്നരിപ്പുഴയോരം എന്ന ചിത്രത്തിലൂടെയാണ് ദേവയാനി മലയാളികൾക്ക് പ്രിയങ്കരിയായത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ദേവയാനി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2 വട്ടം തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡിനും അർഹയായി.